ഇനി നമ്മൾ ബി.ജെ.പിയിലേക്ക് എത്തുമ്പോൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം തന്നെയാണ് ബി.ജെ.പി നടത്തിയത്. ചരിത്രത്തിലാദ്യമായി 3 എം.എൽ.എമാർ ഇതാ നിയമസഭയിലേക്ക് എത്തുന്നു. അക്കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ, അതായത് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കാളികളാകണം എന്ന ആവശ്യം ഉന്നയിച്ച്, അല്ലെങ്കിൽ ആവശ്യം ഇപ്പോൾ വി.ഡി. സതീശൻ തന്നോട് ഉന്നയിച്ചു. തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. താനും അതോടൊപ്പം തന്നെ നിയുക്ത എം.എൽ.എമാരൊക്കെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകും എന്ന് അദ്ദേഹം പറയുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം അവലോകനം ചെയ്യുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റിയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് പ്രത്യേകിച്ച് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും എതിരെ ആയിരുന്നു എന്നതാണ്. മണ്ഡലത്തിലെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ആകരുത് എന്ന ഒരു നിർദ്ദേശം കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ നൽകുകയും ചെയ്തിരുന്നു. പാലക്കാടും തൃശ്ശൂരും ഉൾപ്പെടെ ജയം പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിലെ തോൽവി വിശദമായി പരിശോധിക്കാനും പാർട്ടിയുടെ തീരുമാനം ഉണ്ട്. ജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക, അങ്ങനെ 2029 കൂടുതൽ മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു തിരിച്ചുവരവ് സൃഷ്ടിച്ചെടുക്കുക. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്. അതിനുശേഷം പിന്നീട് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണ് ബി.ജെ.പിയുടെ ഒരു പ്രവർത്തനം എന്നത്. ഇപ്പോഴത്തെ ഒരു സർക്കാർ രൂപീകരിച്ച് അധികാരത്തിലേറുന്നതേ ഉള്ളൂവെങ്കിൽ പോലും ബി.ജെ.പി കാലങ്ങളായുള്ള തയ്യാറെടുപ്പാണ് പല സംസ്ഥാനങ്ങളിലും നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പശ്ചിമ ബംഗാളിലെ മിന്നുന്ന വിജയം. പതിറ്റാണ്ടുകളായി അവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. കേരളവും ഈ തരത്തിൽ വലിയ തോതിലുള്ള വിമർശനമൊക്കെ നേരിടുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെയൊന്നും വളരാൻ ബി.ജെ.പിക്ക് സാധിക്കില്ല എന്ന്. പക്ഷേ പല മണ്ഡലങ്ങളിലെയും വോട്ട് നില പരിശോധിച്ചാൽ ബി.ജെ.പിയുടെ വോട്ടിൽ വലിയ പ്രകടമായ മാറ്റം ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഇതാ 3 അംഗങ്ങൾ പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കാൻ പോകുന്നു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഏതാണ്ട് ഒരു 9 സീറ്റുകൾ കേന്ദ്രീകരിച്ച് ബി.ജെ.പി പ്രവർത്തിച്ചു. അതിൽ തന്നെ നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും പിടിച്ചെടുത്തു ബി.ജെ.പി. മറ്റു മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ട് സമാഹരിക്കാൻ സാധിച്ചു. ആകെ വോട്ട് വിഹിതം കണക്കാക്കുമ്പോൾ അതിൽ മെച്ചമില്ല എങ്കിൽ പോലും കേന്ദ്രീകരിച്ച മണ്ഡലങ്ങളിൽ കാര്യമായി വോട്ട് നേട്ടം ഉണ്ടായി എന്നതാണ്. പക്ഷേ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ വിമർശനവും ഉണ്ടായിരുന്നു കോർ കമ്മിറ്റിയിൽ. അതാണ് 3 നിയമസഭാ സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ ബി.ജെ.പിക്ക് ഉണ്ട്. കാരണം നിയമസഭയിൽ 5 വർഷത്തിന് ശേഷം ഒരു പ്രാതിനിധ്യം ബി.ജെ.പിക്ക് വരികയാണ്. നമുക്കറിയാം 2016 ഒരു എം.എൽ.എ ബി.ജെ.പി കിട്ടിയത് നേമത്ത്. അത് പിന്നീട് തോക്കുകയായിരുന്നു. ഇപ്പോൾ നേമം തിരിച്ചു പിടിച്ചിരിക്കുന്നു. കഴക്കൂട്ടവും ചാത്തന്നൂരും ബി.ജെ.പിക്ക് ഒപ്പം എത്തിയിരിക്കുന്ന നേട്ടമുണ്ട്. പക്ഷെ അപ്പോഴും പാർട്ടിയെ ഇഴുത്തി ചിന്തിപ്പിക്കുന്ന നിരവധിയായ ഘടകങ്ങളുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതിലൊന്ന് പാലക്കാട്ടെ തോൽവിയാണ്. പാലക്കാട് വിജയം പ്രതീക്ഷിച്ചിരുന്നു. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലും വിജയം പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ വിജയം പ്രതീക്ഷിച്ചിരുന്ന ഒരുപിടി മണ്ഡലങ്ങൾ കൂടി ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തൃശ്ശൂരിലൊക്കെ ദയനീയമായ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ച കൂടി കാണുകയുണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഒരു വിലയിരുത്തൽ ഇന്നലെ കോർ കമ്മിറ്റി യോഗത്തിൽ നടന്നിരുന്നു. അവർ പ്രധാനമായും പ്രസിഡന്റ് കഴക്കൂട്ടവും ഒപ്പം ചാത്തന്നൂരും ഒക്കെ കേന്ദ്രീകരിച്ച് അത് കാണിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ മുതൽ തന്നെ നേതാക്കൾ പ്രവർത്തനം ആരംഭിക്കണമായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ആ മേഖലകളിൽ പോയി വോട്ട് ചോദിച്ചാൽ ആരും വോട്ട് ചെയ്യില്ല എന്നാണ് രാജീവ് പറഞ്ഞത്. ഇതനുസരിച്ച് ഇനിയുള്ള മണ്ഡലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു മുതിർന്ന നേതാക്കൾ ആ മണ്ഡലങ്ങളിൽ അടുത്ത 5 വർഷവും വളരെ കൃത്യമായി തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചത്. തിരുവല്ലയിലെ അനൂപ് ആന്റണിയുടെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ക്രിസ്ത്യൻ രഞ്ജിത്ത്, ഞാനൊന്ന് ഇടപെടി. ഇപ്പോൾ രഞ്ജിത്ത് തുടർന്നുകൊണ്ടിരുന്നത് ബി.ജെ.പിയുടെ വിലയിരുത്തലാണ്. ഇതിലിപ്പോൾ ചേർത്ത് വെക്കേണ്ടത്, രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് ഈ KSRTC ബസ്സിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. ഒരു പരിധിവരെങ്കിലും കേരളത്തിൻ്റെ പൊതുസമൂഹം അത്ഭുതപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. ഒരു സർക്കാർ രൂപീകരിച്ചിട്ടില്ല, അതിനു മുമ്പാണ് അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അത്തരം സമീപനങ്ങളുമൊക്കെ ഇനി തുടരേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായിരിക്കും ഈ 2029 തയ്യാറെടുപ്പിൻ്റെയും ഫലം. അത്തരം വിഷയങ്ങളുമൊക്കെ പൊതുവിൽ ചർച്ചയ്ക്ക് വരുമോ? തീർച്ചയായും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ തങ്ങൾ നിർവഹിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറയുകയും മറ്റും ചെയ്തത്. ഇന്നലത്തെ സമരവുമായി ബന്ധപ്പെട്ടും ഇന്നലത്തെ കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നുവെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു സമരത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്ന ചോദ്യം വളരെ പ്രധാനമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരുന്നത് അഭിലാഷ്. അത് മറ്റൊന്നുമല്ല, വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ, അടുത്ത 5 വർഷത്തിന് ശേഷം മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനുള്ള നിർദ്ദേശം
രാജീവ് ചന്ദ്രശേഖർ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു രൂപരേഖയൊക്കെ വരും ദിവസങ്ങളിൽ തയ്യാറാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സീറ്റെണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് BJP കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഒപ്പം ഷോൺ ജോർജിനും PC ജോർജിനുമെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ പിണക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, ക്രിസ്ത്യൻ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ വിമർശിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അനുചിതമായി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ കോർ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നിർണായകമായ ഒന്നായി മാറുകയും ചെയ്തു. കാരണം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ നടത്തി ഒരുപാട് ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ആകർഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വിജയം കണ്ടിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. അതുമാത്രമല്ല, മൊത്തത്തിൽ വോട്ട് പേഴ്സൻ്റ് 20% കടക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തെ BJPയുടെ സംസ്ഥാന നേതാക്കൾ അറിയിച്ചിരുന്നത്. പക്ഷേ അത് കേവലം 14% ഒതുങ്ങി. ഏതാണ്ട് 2-2.5% വ്യത്യാസം മാത്രമാണ് സംഭവിച്ചത്. ഒപ്പം സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വിമർശനം ഇന്ന് ഉയർന്നേക്കാം. ഒരുപക്ഷെ ജില്ലാ അധ്യക്ഷന്മാരുടെ മീറ്റിംഗ് ഉണ്ട്, ഒപ്പം മറ്റു യോഗങ്ങൾ തുടരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലും മറ്റും പ്രസിഡന്റ് അപ്രമാദിത്യം കാണിച്ചു എന്നുള്ള വിമർശനം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് നിർണായകമായ ഒരു വിമർശനം തന്നെയാണ്, സംശയമില്ല. പല സ്ഥലങ്ങളിലും അത്തരം നിർണയങ്ങൾ, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ പോലെയുള്ള മണ്ഡലങ്ങളിൽ, കോന്നിയിൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ, കൊടുങ്ങല്ലൂരിലൊക്കെ വലിയ പാളിച്ചകൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. കെ ഗോപാലകൃഷ്ണനൊക്കെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തന്നെ അയച്ച രീതി ശരിയായില്ല, കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ള വിമർശനം ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുണ്ട്. അത് ഈ സംസ്ഥാന സമിതിയിലും മറ്റും ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിനെതിരെയും വിമർശനം ഉയരും. 3 MLA-മാർ ഉണ്ട്, 9 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്താണ് എങ്കിൽ പോലും വിചാരിച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ്, അതായത് നമുക്കറിയാം പിണറായി വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും UDF-ലേക്ക് കേന്ദ്രീകരിച്ചതാണ് ഈ സീറ്റെണ്ണം കുറയാൻ കാരണമെന്നൊക്കെ നേതാക്കൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ഭരണവിരുദ്ധതയുടെയോ പിണറായി വിരുദ്ധതയുടെയോ യഥാർത്ഥ പ്രയോജനം ലഭ്യമാക്കാൻ പാർട്ടിക്കായില്ല. അത്തരത്തിലുള്ള നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. അഭിലാഷ്, വലിയ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ആഭ്യന്തരമായി ഉയർന്നു വരുന്നുണ്ട്. അതേസമയം അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിൻ്റെ അനിവാര്യതയുണ്ട്. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, അതാണ് BJP പലപ്പോഴും കാലങ്ങളായി എടുത്തിട്ടുള്ള സമീപനം. അത് കേരളത്തിലും തുടരുക, അതിലൂടെ ഇനി മികച്ച നേട്ടം കൈവരിക്കുക, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, നേരത്തെ തന്നെ സൂചിപ്പിച്ചു, നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കഴിയുന്നത്ര ആളുകളെ പങ്കെടുപ്പിക്കുക, അതാണല്ലോ VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ UDF-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ. ഇപ്പോൾ തന്നെ ദേശീയ നേതാക്കൾ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ, AICC-യുടെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, കേരളത്തിൽ നിന്നുള്ള MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. വിജയ് ഉൾപ്പെടെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ക്ഷണം ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇപ്പോഴിതാ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും CPM-ൻ്റെയും ഒക്കെ പാർട്ടി ചുമതലക്കാരെ അടക്കം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖർ തന്നെയാണല്ലോ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയായിരുന്നു, താങ്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJPയുടെ 3 MLA-മാരും പങ്കെടുക്കും. VD സതീശൻ നേരിട്ടാണ് തങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സ്ഥലത്ത് നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട സതീശന് രാജീവ് ആശംസ അർപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം BJPയുടെ പ്രതികരണം വരുന്നതും ഇപ്പോൾ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 MLA-മാർ BJPക്കുണ്ട്. സഭയിൽ വലിയൊരു ശക്തിയായി എത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടി അവർക്കുണ്ട്. V മുരളീധരനായിരിക്കും ഒരുപക്ഷെ നിയമസഭാ നേതാവ് തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ മുരളീധരൻ അടക്കം 3 MLA-മാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമാകുമെന്നാണ് പാർട്ടി അറിയിച്ചിരിക്കുന്നത്. സാധാരണയായി ഇത്തരം ചടങ്ങുകളൊക്കെ പങ്കെടുക്കാതെ മാറി നിൽക്കുക എന്നുള്ള രീതി പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ പലപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ സത്യപ്രതിജ്ഞയിൽ CPM-ൻ്റെ ഭാഗത്തു നിന്നും LDF-ൻ്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ചടങ്ങിൽ പ്രാതിനിധ്യം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായി വരുന്നത്. അഭിലാഷ്, തീർച്ചയായും മാറുന്ന കാലമാണ്, ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളും ആ നിലയിൽ മാറേണ്ടതുണ്ട്. അത്തരം മാറ്റങ്ങൾ സ്വീകാര്യത നേടുന്നതും ആണ്. അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് ആ സർക്കാരിനെ പിന്തുണയ്ക്കേണ്ട വിഷയങ്ങളിൽ പിന്തുണയ്ക്കുക, വിമർശിക്കേണ്ട വിഷയങ്ങളിൽ വിമർശിക്കുക. മറ്റൊരു പ്രത്യേകത, ഈ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ 3 അംഗങ്ങൾ ഈ BJPയുടെ
പാനലിൽ ഉണ്ടാകും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിഷയങ്ങളും സഭ ചർച്ച ചെയ്യുമ്പോൾ അവരുടേതായ ഒരു നിലപാട് BJPക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സാധാരണ നമുക്കറിയാം, ഇതിനു മുമ്പ് ഒ രാജഗോപാൽ മാത്രമാണ് കേരള നിയമസഭയിൽ BJP ടിക്കറ്റിൽ വിജയിച്ച് സഭയുടെ ഭാഗമായിട്ടുള്ളൂ. പലപ്പോഴും വിവിധ വിഷയങ്ങളിൽ സഭയ്ക്ക് പുറത്താണ് BJP നിലപാട് പറയാറുള്ളത്. എങ്കിൽ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്നതാണ്. ഓരോ വിഷയങ്ങളിലും BJPക്ക് സ്പീക്കറിന് സമയം അനുവദിക്കേണ്ടി വരും ഒരു കക്ഷി എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് പറയാൻ ഉള്ളത് പറയാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.